വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അൽഫാം ചിക്കൻ ആണ്. ഒന്നര കിലോ ചിക്കൻ വലിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടുപ്പിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തത് അരമണിക്കൂർ നമുക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇത് അറബിക് മസാലയാണ് നമുക്ക് അൽഫാമിന് വേണ്ടിയിട്ടുള്ള. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 5 ഉണക്കമുളക്, 10 കുരുമുളക്, 4 കരയാമ്പൂ, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 2 ചെറിയ കറുവാപ്പട്ട, 2 ഏലക്കായ, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/4 ടേബിൾ സ്പൂൺ സാജീരകം, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ അറബിക് മസാലയാണ് നമ്മളുടെ അൽഫാമിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള മുറിച്ചത്, 3 പച്ചമുളക്, 1 തക്കാളി ചെറുതായി മുറിച്ചത്, ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കനിലേക്ക് ഈ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്കിത് എന്നിട്ട് ഒരു 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് എത്രയും കൂടുതലിരുന്നാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കാം. 2 മുട്ടയുടെ വെള്ള, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് പഞ്ചസാര, പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ്, 1/2 കപ്പ് ഓയിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇത് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് മിക്സിയിലിട്ട് ഒന്നിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് മയോണൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നല്ല ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഓരോ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 8 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇപ്പം എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 7 മിനിറ്റും കൂടി ഒരു സൈഡും കൂടെ വേവിക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മൊരിയാനുണ്ട്. മറിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേവണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റും കൂടെ കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മസാലയാണ് ആ കറുത്ത കളറിലിരിക്കുന്നത് മുകളിലുള്ളത്. ചിക്കൻ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ബാക്കി അതിൽ മസാല വരുന്നതൊക്കെ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഫുള്ള് നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 7 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ചാർക്കോൾ കത്തിക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചാലും മതി. നമുക്കൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്റ്റീൽ ബൗൾ വെച്ച് നമുക്ക് കത്തിച്ച് വെച്ച് ചാർക്കോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് സ്മോക്ക് വരുമ്പോൾ, നല്ലൊരു പുക വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് വെക്കാം.
ഇപ്പോൾ നമ്മളുടെ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.